സ്വർണ്ണക്കൊള്ളയിലെ വിവാദവും രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാരോപണങ്ങളിൽ പെട്ടതുമെല്ലാം അടക്കമുള്ള വിവാദങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമോ എന്നാണ് ചോദ്യം. സുജയ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ വ്യക്തമായ കാരണം ഈ വിവാദങ്ങൾ ഉയരുമ്പോൾ ആ വിവാദങ്ങൾ എത്രത്തോളം ചർച്ചയാക്കാൻ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് സാധിക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് പ്രതികരണങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ UDF നിന്ന് KC വേണുഗോപാലിൻ്റെ ഒരു പ്രസംഗം മാത്രമാണ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണമായി നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്നത്. ഫോക്കസ്ഡ് ആയിട്ട് എല്ലാ നേതാക്കളും ഒരേ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മറുപക്ഷത്തെ ആക്രമിക്കുന്ന ഒരു രീതിയൊന്നും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണുന്നതേയില്ല. അവിടെയും ഇവിടെയുമായി പറയുകയാണ്. അപ്പോഴും എന്താണ് നിങ്ങളുടെ വിമർശനത്തിന്റെ ക്രക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പലയിടങ്ങളിലും പലതാണ്. ഇപ്പോൾ പത്തനംതിട്ട ജില്ല തന്നെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ടയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പിൽ അവിടെയാണല്ലോ ശബരിമല സ്വർണ്ണക്കൊള്ള ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ കഴിയുക. അവിടെ എത്രത്തോളം അത് ഉപയോഗിക്കുന്നുണ്ട്, അവിടെ അത് എത്രത്തോളം ചർച്ചയാകുന്നുണ്ട്. ഇന്ന് ഒരു വാർഡിൽ 3 സുനിതമാർ മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. പത്തനംതിട്ട ജില്ലയിലാണ് 3 സുനിത, അതായത് BJP ഒരു സുനിത, UDF കോൺഗ്രസിനൊരു സുനിത, CPIM ഒരു സുനിത. 3 സുനിതമാരുടെയും ഇനിഷ്യൽ എന്ന് പറയുന്നത് 2 അക്ഷരം വീതമുള്ള 2 ഇനിഷ്യലുമാണ്, അല്ലാതെ പ്രത്യേകിച്ച് സർനെയിംസ് ഡിഫറൻറ്റും അല്ല. അപ്പോൾ ഇവരെ എങ്ങനെ തിരിച്ചറിയുമെന്ന് ഒരു വോട്ടറോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ റിപ്പോർട്ടർ. അപ്പോൾ പറഞ്ഞു, ചിഹ്നം നോക്കി കുത്തും. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ എത്രത്തോളം ഈ വിഷയങ്ങൾ ആ പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം സംസ്ഥാന തലത്തിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ എത്തിക്കാൻ മുന്നണികൾക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ എത്തിച്ചാൽ മാത്രമാണ് ഈ വിവാദങ്ങൾ വോട്ടായി മാറുക. അല്ലാത്ത പക്ഷം സർക്കാരിന് സ്വാഭാവികമായി ചെയ്യാൻ കഴിയുക എന്താണ്? പെൻഷൻ ഇപ്പോൾ 20-ാം തീയതി മുതൽ, ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് 25-ാം തീയതിയാണ്, 20-ാം തീയതി മുതൽ പെൻഷൻ വീടുകളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റ് സ്കീമുകളെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് മലപ്പുറത്ത് നമ്മൾ കണ്ടത് എന്താണ്? നടപ്പാക്കാനായി MP രാജേഷ് ആലോചിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പദ്ധതി, ആ പദ്ധതിയുടെ വരെ പ്രചാരണമോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത്. അപ്പോൾ ഞങ്ങൾ മുന്നിൽ എന്തായാലും ആ പദ്ധതി നടപ്പാക്കും, അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ തത്തുല്യമായ ഒരു ഫോം വിതരണം ചെയ്യുന്നുവെന്ന് ആ കോർഡിനേറ്റർ തന്നെ, ആ മണ്ഡലത്തിലെ കോർഡിനേറ്റർ, ലോക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾ തന്നെ വന്നിട്ട് പറയുകയാണ്, എന്തായാലും നടപ്പാക്കുമല്ലോ, അപ്പോൾ അതേക്കുറിച്ച് ഞങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ചെയ്ത് തന്നെ വോട്ട് പിടിക്കുകയാണ്. ഇത്രയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഇതിനെതിരെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ലീഗിന്റെ പ്രതിരോധം ഉണ്ട് കേട്ടോ. ലീഗ് കൃത്യമായിട്ട് അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടുന്നുണ്ട്, ഇതൊക്കെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത് കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പ്രതിരോധിക്കുമോ അതോ സ്വർണ്ണക്കൊള്ള പറയുമോ? കാരണം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനൊരു പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ ഏതിനാണ് കൂടുതൽ വിശദീകരിച്ച് ഉത്തരം പറയേണ്ടത്, ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്നത്തെ ഒരു ദിവസത്തെ പ്രതികരണങ്ങൾ, വിവിധ വാർത്താ സമ്മേളനങ്ങൾ കണ്ടതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. കാരണം എല്ലായിടങ്ങളിലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾക്കൊരു നറേറ്റീവ് ഉണ്ടാകണം. ആ നറേറ്റീവ് വെച്ചുകൊണ്ടാണ് ബീഹാർ നരേന്ദ്രമോദിയും കൂട്ടരും പിടിച്ചത്. അതിപ്പോൾ ഇവിടുത്തെ NDA ആയാലും ഇവിടുത്തെ BJP ആയാലും നിങ്ങൾക്ക് കൃത്യമായ ഒരു നറേറ്റീവ് വെച്ച് മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഏകീകൃത സ്വഭാവമില്ലാത്ത ക്യാമ്പയിനുകളൊന്നും, ഒരു വിവാദമാണ് നിങ്ങൾ ഉയർത്തിക്കാട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നേട്ടമാണ് ഉയർത്തിക്കാട്ടുന്നതെങ്കിൽ അങ്ങനെ ഒരു ഏകീകൃത സ്വഭാവം അതിന് ഉണ്ടായേ തീരും. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും കറക്റ്റ് ചെയ്യട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 3 മുന്നണികൾക്കും പ്രശ്നങ്ങളുണ്ട്, 3 മുന്നണികൾക്കും അവർക്കെതിരെ പറയാൻ കഴിയുന്ന വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. ഓരോന്നായി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ LDF ഭരണവിരുദ്ധ വികാരം വേണമെങ്കിൽ ചർച്ചയാക്കാം. കാരണം 10 വർഷമായി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെയ്ത കാര്യങ്ങളിലെ പോരായ്മകൾ, വിവാദങ്ങൾ, ഏറ്റവും ഒടുവിലത്തെ ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തിലെ 2 അറസ്റ്റുകൾ, N വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും അറസ്റ്റ് അടക്കം എത്ര നന്നായി അവതരിപ്പിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും സാധിക്കും. ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിനിലേക്ക് പോകാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഒരുപക്ഷേ ശബരിമല യുവതീ പ്രവേശം ചർച്ചയാക്കിയപ്പോൾ വോട്ട് പോയത് എങ്ങനെയാണെന്നുള്ള ഒരു പാറ്റേൺ ശ്രദ്ധിച്ചിട്ടാകാം. അല്ല എങ്കിൽ അത് കൊടുക്കേണ്ടത് പൊന്നും മണ്ണും കക്കുന്ന സർക്കാരാണ് എന്ന രീതിയിൽ. ഇപ്പോൾ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഒരു ക്യാമ്പയിൻ അതാണ്, മണ്ണിലും പൊന്നിലും തട്ടിപ്പ് എന്നുള്ളതാണ്. അപ്പോൾ പ്രാദേശികമായി ജില്ലാതലത്തിൽ അതുപോലെ തന്നെ ഓരോ ഏരിയ കേന്ദ്രീകരിച്ച് അങ്ങനെയൊക്കെ ചില വിഷയങ്ങൾ ചർച്ചയാക്കുന്നുണ്ട്. പക്ഷേ ഒരു പൊതു സ്വഭാവം നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വിവാദങ്ങൾ എത്രത്തോളം 3 മുന്നണികൾക്കും തിരിച്ചടിയാകുമെന്ന് ചോദിച്ചാൽ വലിയ രീതിയിൽ ആകാനുള്ള സാധ്യത കുറവാണ്. അവിടെ പ്രാദേശികമായി തന്നെ വോട്ട് പിടിച്ച ആ ഒരു പാറ്റേണിലേക്ക് വരാനുള്ളൊരു സാധ്യത നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ഞാൻ ആശങ്കയോടെ കാണുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ വിമതരെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ മുന്നണികൾക്കകത്തെ ഭിന്നിപ്പുണ്ട്. ഇപ്പോൾ CPIM ഭിന്നത നമ്മൾ പലയിടങ്ങളിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴ, കൊല്ലം, എറണാകുളം 3 ജില്ലകളിലും CPIM 2ആയി നിൽക്കുന്നത്. ആലപ്പുഴയിൽ പ്രത്യേകിച്ചും രാമങ്കരിയിൽ തുടങ്ങി അങ്ങോട്ട് അത് പടരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. പിന്നെ കേരള കോൺഗ്രസ് എമ്മിനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കണം. അവരുടെ ഒരു ശക്തി പ്രകടനത്തിനായി അവർ ശ്രമിക്കുമ്പോൾ അത് എത്രത്തോളം മുന്നണിയിൽ പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തൊക്കെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എടുത്തിരിക്കുന്ന തീരുമാനമടക്കം. ഇപ്പോൾ ഇന്ന് കാസർഗോഡ് നമ്മൾ കാണുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഓഫീസ് പൂട്ടിപ്പോകുന്നതാണെങ്കിൽ ഇന്ന് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ്, DCC വൈസ് പ്രസിഡന്റ് വന്നിട്ട് പറയുകയാണ് പ്രസിഡന്റ് 18 സീറ്റ് പേയ്മെന്റ് സീറ്റാക്കിയെന്ന്. എത്ര വലിയ ആരോപണമാണ് അത്! സ്വന്തം പാളയത്തിൽ തന്നെയുള്ള പടയാണ് അവിടെ
വെല്ലുവിളിയാകുന്നത്. ഇവിടെ മുസ്ലിം ലീഗിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിക്കും. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ടഫ് ബാർഗൈനർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലീഗാണ്. ലീഗ് ചോദിച്ചു വാങ്ങിയാണ് മത്സരിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനിലടക്കം ചോദിച്ചു വാങ്ങി പരമാവധി ശക്തി തെളിയിക്കാൻ, പരമാവധി ഇടങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വിമതശല്യവും ഇത്തവണ നേരിടേണ്ടി വരുന്നുണ്ട്. സമസ്ത ലീഗ് തർക്കം, അങ്ങനെ അവിടെയും പ്രശ്നങ്ങളുണ്ട്. അതിനെ എത്രത്തോളം മറികടക്കാൻ സാധിക്കുമെന്നുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഈ അടിയൊഴുക്കുകൾ, സ്ട്രോങ് ആയിട്ടുള്ള അണ്ടർ കറൻസ് വരുന്നത് എങ്ങനെയാണ്. ആളുകൾക്കിടയിൽ ഒരു വിരുദ്ധ വികാരം ഉണ്ടാകും. അത് മൂന്ന് മുന്നണികൾക്ക് നേരെ ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചല്ല. അത്ര ഒരു എക്സലൻസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പ്രതിപക്ഷത്തിനും കഴിഞ്ഞില്ല, ഭരണപക്ഷത്തിനും കഴിഞ്ഞില്ല, BJPക്കും കഴിഞ്ഞില്ല എന്ന് തോന്നുന്ന ആളുകളും ഉണ്ടാകും. അതും മൂന്ന് മുന്നണികളും കാണേണ്ട കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ സഖ്യങ്ങളാണ്. വെൽഫെയർ പാർട്ടിയുമായിട്ടൊക്കെ ഓപ്പൺ ആയിട്ടുള്ള സഖ്യത്തിലേക്ക് പോയിരിക്കുകയാണ്. അത് മുന്നണിക്കുള്ളിൽ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഹകരണം എന്ന് പറയുന്നത് ഒരു സഖ്യത്തിലേക്ക് മാറുന്നത്, അതൊക്കെ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ കാണുകയാണ്. അപ്പോൾ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി മാറുകയാണ്. അത് മുന്നണികൾക്ക് ജനങ്ങൾക്കിടയിൽ അവരെക്കുറിച്ചുള്ള മതിപ്പ് കുറയ്ക്കാൻ ഇടയാക്കും എന്നതുകൂടി മുന്നണികൾ മനസ്സിലാക്കണം. ഇവിടെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യത്തിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ MLA എന്ന നിലയിലാണ് പാലക്കാട്ട് പ്രചാരണം നടത്തുന്നത്. അത് നമ്മൾ വളരെ വ്യക്തമായി തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അയാൾ പാർട്ടിയിൽ നിന്ന്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറയുന്ന ന്യായം ആരെങ്കിലും വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കെ സുധാകരൻ എന്തായാലും സത്യസന്ധമായി പറഞ്ഞു അയാൾ നിരപരാധിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് കെ സുധാകരൻ MP പറഞ്ഞു. അദ്ദേഹം അത്രയെങ്കിലും ഒരു സത്യസന്ധത കാണിച്ചല്ലോ. ബാക്കിയുള്ളവർക്കാണെങ്കിൽ സത്യസന്ധതയുമില്ല, പറയുന്ന ആരോപണങ്ങളിൽ എല്ലാവർക്കും ചേർന്നൊരു അഭിപ്രായവുമില്ല, എല്ലാവരും അവനവന്റെ മിടുക്ക് കാണിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയല്ല, ഏകീകൃത സ്വഭാവത്തോടു കൂടിയുള്ള ഒരു പ്രചാരണത്തിലേക്കാണ് വരും ദിവസങ്ങളിൽ പോകേണ്ടത്. എന്തായാലും 72,005 സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്ത് ആകെ ജനവിധി തേടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. Meet the editors.